എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അമ്മമാര് നമുക്ക് പണ്ടുണ്ടാക്കി തന്നിരുന്ന അതേ രുചിയിൽ നമ്മുടെ വീടുകളിൽ അപ്പം തയ്യാറാക്കുന്നതാണ്. മിക്കവർക്കും ഈസ്റ്റ് ചേർത്ത് അപ്പം തയ്യാറാക്കുന്നത് ഒരു തരി പോലും ഇഷ്ടമല്ല. അങ്ങനെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. ഈ ഒരു അപ്പക്കൂട്ടും എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്. ഇതുവരെയും അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത എൻ്റെ കൂട്ടുകാര് ഈ ഒരു രീതിയിലൊന്ന് വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. ഒരു തരി പോലും ഫ്ലോപ്പ് ആകാതെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് അരി വെള്ളത്തിലൊന്ന് കുതിർത്താൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ പച്ചരി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പച്ചരി നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കണം. എത്രയോ കുതിർത്തിയെടുക്കുന്നു അത്രയും തന്നെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഞാനിവിടെ നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന അയ്യാറട്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നും വാങ്ങുന്ന പച്ചരിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ അരി കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഞാനിപ്പോൾ രാവിലെയാണ് അരി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോഴാണ് അരി ഒന്ന് അരച്ചെടുക്കാനും പോകുന്നത്. അങ്ങനെ നമ്മുടെ പച്ചരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒന്ന് മൂടി തുറന്ന് നോക്കാം. അരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ അരി ഒന്ന് അരച്ചെടുക്കാം. നമ്മളിന്ന് 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോറിന് പകരമായിട്ട് വെളുത്തവിലും എടുക്കാവുന്നതാണ്. ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ നാളികേരം തിരുമിയത് ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ 2 കൈപ്പിടിയോളം അരിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കൈവശം തേങ്ങാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതിയാകും. ഇനി നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ആദ്യ പച്ചരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച മാവ് നമുക്ക് ഒരു മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിതുപോലെ അരച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം കുളിപ്പിക്കുന്ന സമയത്ത് ഒരു മൺകലത്തിലാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ അരിയും ഞാനിതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ രണ്ടാമത്തെ പച്ചരിയും അരച്ച് കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഒരു തവണയും കൂടെ ഉണ്ട് അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ അധികം വെള്ളമൊന്നും തന്നെ ചേർക്കാതെ നല്ല കട്ടിയായിട്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴിയിട്ടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മാവെല്ലാം ഒന്ന് വടിച്ച് ചേർത്താൽ മാത്രം മതിയാകും. നമുക്ക് ഈ മാവിലേക്ക് ഒരുപാട് വെള്ളം ചേർത്തൊന്നും അരച്ചെടുക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ അപ്പത്തിന് വെള്ളം കൂടിപ്പോയി അപ്പം ഒഴുകിപ്പോവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് അരച്ചെടുക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അരി അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാവിലേക്ക് ഈസ്റ്റ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ കൈയുടെ ഈ ഒരു ചൂട് കൊണ്ടാണ് മാവ് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ ചെയ്ത് കാണിക്കേണ്ട പാഠമായതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാണ്. ഒരു 2-3 മിനിറ്റ് നേരം ഞാൻ കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇളക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ തവി വെച്ച് ഇളക്കി എടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ രാവിലെയാണ് അപ്പം തയ്യാറാക്കാൻ പോകുന്നത്. അതുവരെയും മാവിന് നല്ല ഒരു മയം കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് മൂടി വെച്ചത് തുറന്ന് നോക്കാം. നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും ഈസ്റ്റോ പുളിപ്പിച്ച മാവോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എങ്കിലും നല്ല പോലെ ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമ്മുടെ മാവ് ഇവിടെ പതഞ്ഞ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, നമ്മൾ ഇതിലേക്ക് മധുരമൊന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഉപ്പ് മാത്രം ചേർത്താണ് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർക്കാം. നിങ്ങൾക്ക് അപ്പം കഴിക്കുമ്പോൾ നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ അളവിൽ മാത്രമാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമ്മുടെ ഈ ഒരു അപ്പം തയ്യാറാക്കുമ്പോൾ നിറയെ ഹോള് വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കാതെയും അപ്പം തയ്യാറാക്കാട്ടോ. ഇതിലേക്ക് ഒന്നും ചേർത്തില്ലെങ്കിൽ അപ്പം നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മാവ് നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ.
കിട്ടിയിട്ടുള്ളത്. പിന്നെ തേങ്ങയുടെ അളവ് ഞാൻ 1 കപ്പാണ് ചേർത്തിട്ടുള്ളത്. എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ തേങ്ങ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി ആരും ഫ്ലോപ്പ് ആകാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഒരാൾക്കും ഒരു തെറ്റും പറ്റില്ല. നിങ്ങൾ ചേർക്കുന്ന ഈ ഒരു ചേരുവകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നല്ലതുപോലെ മാവ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മാവ് പുളിച്ചൊന്നും പൊങ്ങി പോവില്ല കേട്ടോ. മാവ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ റെഡിയാക്കാനുള്ള ടൈം ഉണ്ടാകും. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ദോശ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളപ്പത്തിന്റെ പാൻ ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിന്ന് ഈ ഒരു പാനിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതിന്റെ നടുഭാഗത്തായിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഇതിന്റെ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് പാന് നല്ല ചൂടുണ്ടാവണം. പാനിന്റെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. താഴെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഓരോ തവി മാവും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നടുഭാഗത്തായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നിറയെ ഹോളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പത്തിൽ നന്നായിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് അപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ ഇട്ടെടുക്കാം. വീണ്ടും പാനിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. പാനിൽ നല്ല ചൂടുള്ളത് കൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് മാവ് നിറയെ തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് അല്പം വലുതാക്കിയാണ് അപ്പം തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ചെറിയ അപ്പമാണ് ആവശ്യമെങ്കിൽ ചെറിയ തവി ഉപയോഗിച്ച് മാവ് കോരി ഒഴിച്ചാൽ മതിയാകും. അങ്ങനെ രണ്ടാമത്തെ അപ്പവും ഞാനിവിടെ വേവിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അപ്പങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പങ്ങൾ ഇവിടെ വേവായി വരുന്നത്. ഇതുവരെയും അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത എൻ്റെ കൂട്ടുകാർ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദോശ പാനിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അപ്പച്ചട്ടിയില്ല എന്നോർത്ത് അപ്പം ഉണ്ടാക്കാതെയും ഇരിക്കണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഇതുപോലെ തന്നെ അപ്പം തയ്യാറാക്കാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.